ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിംഗ് കേക്കിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ക്യാരറ്റിൻ്റെ 2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇടുക, ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. ഇതിലേക്ക് കറുത്ത മുന്തിരി ചേർക്കണം, ഞാൻ കുറച്ച് വൈകിയാണ് ചേർത്തതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയുടെ മിക്സഡ് ജാർ എടുത്തിട്ട് 1 കപ്പ് പഞ്ചസാരയും 6 ഗ്രാമ്പും 1 ഏലക്കയും ഇട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കുക. അപ്പം ഞാൻ ആ കറുത്ത മുന്തിരി ഇട്ടത് ഇപ്പോഴാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആ 2 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചതിന് ശേഷം അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പ്രാവശ്യമാണ് അരിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഒട്ടും തരിയില്ലാണ്ട് നോക്കണം, പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുറേ പ്രോസസ്സാണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴെപ്പോഴും ഉണ്ടാക്കാനായിട്ട് തോന്നും. പിന്നെ ഒരു 10-15 കാഷ്യൂ നട്ടും 2 ഈന്തപ്പഴം ഓപ്ഷണലാണ്. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആ ഒരു പൗഡറിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ വലിയ ജാറിൽ 3 മുട്ടയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 3-4 മുട്ട വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ വാനില എസൻസ് എടുത്തിട്ട് 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രാമ്പും പഞ്ചസാര പൗഡറില്ലേ അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ 1 മിനിറ്റ് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാരറ്റ് ആ ഒരു മിക്സില്ല അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആ പൗഡറില്ല മൈദ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പൗഡറും കൂടെ നന്നായിട്ട് കുറച്ചേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ കയ്യിൽ വിസ്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെന്താ, ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എണ്ണ തടവിയിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി. അതിനുശേഷം നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. ബബിൾസൊക്കെ പൊട്ടട്ടെ. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്ത ക്യാരറ്റും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഓവനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതാണ് കേട്ടോ. ഇത് അടച്ചു വെച്ചതാണ്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞ് കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെ അതേ ഒരു കണ്ടീഷനിൽ തന്നെ വെക്കുക. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര അടിപൊളി കേക്ക് ഞാൻ മേടിച്ചിട്ട് പോലും തിന്നിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അത്രയുള്ളൂ.